നമ്മളെ ഏറ്റവും ടോപ്പ് ചങ്കുകളൊക്കെ ഉണ്ടല്ലോ, ആ ചങ്കുകളുടെ ഒന്നും ബന്ധം അധികം നിൽക്കില്ല. ചങ്കും ചങ്കത്തികളും ഒന്നും അധികം ബന്ധം നിൽക്കില്ല. ഒരു ദിവസം 2 ദിവസം ചങ്കായിരിക്കും, 3-ാമത്തെ ദിവസം എനിമിയായിരിക്കും, 4-ാമത്തെ ദിവസം വേറൊരു ചങ്കായിരിക്കും. കാരണം എന്തുകൊണ്ടാണ് അറിയാം, അള്ളാഹു ആ റിലേഷൻഷിപ്പിൽ ആ ഒരു ബന്ധത്തിൽ ബർക്കത്ത് കളയും. ആ റിലേഷൻഷിപ്പ്, ആ ബന്ധത്തിലെ ബർക്കത്ത് അള്ളാഹ് എടുത്ത് കളയാനുള്ള കാരണം എന്താ അറിയാം, ഇവരുടെ ആ ഒരു ബന്ധത്തിൽ, ഭയങ്കരമായ ചങ്ക് എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു ബന്ധത്തിൽ, ആ ബന്ധത്തിനെ അവർ ഊട്ടി ഉറപ്പിക്കുന്നത് ഹറാമായ കാര്യങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന്, ഇവരോട് ഏറ്റവും അടുത്ത ആൾക്കാരെ, ആ ആൾക്കാർ ഇവരോട് എന്തെങ്കിലും പറഞ്ഞ്, ഇവരിൻ്റെ ചങ്കാണല്ലോ, ഈ ചങ്കിനോട് ഞാൻ എല്ലാം പറയും. അപ്പോൾ എ ബി എന്ന് തന്നെ 2 ആൾക്കാരുണ്ട്. എ ബി ഭയങ്കര ക്ലോസ് ചങ്കുകളാണ്. അപ്പോൾ ബീനോട് വേറെ ആൾക്കാർ എന്തൊക്കെയോ കാര്യങ്ങൾ വന്ന് പറഞ്ഞു. അപ്പോൾ എനോടെല്ലാം പറയണമല്ലോ, എൻ്റെ ചങ്കല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ മുഴുവൻ ഇവരോട് പോയി പറയും, എനോട്. എയും അതുപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ എവിടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അത് വന്നിട്ട് ബീനോടും പറയും. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഈ കാര്യം ഉണ്ടല്ലോ, അത് ഹറാമായ കാര്യമാണ്. ഈ ഹറാമായ കാര്യങ്ങൾ പറയുന്നതിലൂടെ, ഹറാമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാവില്ല, അള്ളാഹു ബർക്കത്ത് വെക്കൂല. അപ്പോൾ പതിയെ ഈ എൻ്റെയും ബീൻ്റെയും തമ്മിലുള്ള ബന്ധത്തിൽ ഇങ്ങനെ വിള്ളലുകൾ വന്നു. കാരണം ഹറാമായ ബന്ധത്തിലൂടെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഒരു അകൽച്ച ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരുടെ ഇടയിൽ അറിയാതെ ഇങ്ങനെ അകൽച്ച വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് പൊട്ടിത്തെറിക്കും 2 ഭാഗത്തും. പിന്നെ വേറെ എന്തെങ്കിലും ചങ്കിനെ കണ്ട് പിടിക്കേണ്ടി വരും. അപ്പോൾ ഈ ചങ്കുകൾ നിലനിൽക്കണോ എങ്കിൽ നമ്മൾ ഹറാമിലൂടെ ആവരുത് അവരുടെ. എന്നാൽ ഹറാം എപ്പോഴെങ്കിലും സംഭവിച്ചു പോയി, അങ്ങനെ സാരമില്ല, നമ്മൾ ആരും പരിപൂർണ്ണമെന്നല്ല, നമുക്ക് സംഭവിച്ചു പോകും. പക്ഷെ എന്നാലും അതിൻ്റെ മുകളിലൊരു ബന്ധം പടുത്തുയർത്തരുത്. ഒരു സുഹൃത്ത് ബന്ധം പടുത്തുയർത്തുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്കിയുള്ളവർ കുറ്റം പറയാനാവരുത്. അങ്ങനെ ആയാൽ ആ ബന്ധം ഒരിക്കലും നിലനിൽക്കില്ല. ഇന്ന് എന്തുകൊണ്ട് ബന്ധങ്ങൾ നിലനിൽക്കുന്നത് വെച്ചാൽ, നമ്മളതിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ എരിവും പൊടിയും കൂട്ടാൻ വേണ്ടി കൂട്ടിയിട്ടുണ്ട്, ആ കാരണം കൊണ്ടാണ്. അപ്പം നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് പോലും, അത് ഏറ്റവും വലിയ ചങ്കായിക്കോട്ടെ, വേറൊരാളുടെ കാര്യം പോയി അവരോട് പോയി പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധം നിലനിൽക്കില്ല. ആ ബന്ധം നിലനിൽക്കാതിരിക്കട്ടെ, പക്ഷേ അള്ളാഹിൻ്റെ അത് വലിയ തെറ്റായ കാര്യമാണ്. ഒരാൾ നമ്മളോട് ഒരു കാര്യം, രഹസ്യമായ കാര്യം പറഞ്ഞാൽ അത് വേറൊരാളോട് പോയി പറയരുത്, അവർ ഏറ്റവും നല്ല ചങ്കാണെങ്കിൽ പോലും.